അപ്പോൾ ഗൈസ് നമ്മൾ മാഞ്ചസ്റ്റർ എയർപോർട്ടിൽ പോകാൻ പോവാണ്. ആഫ്റ്റർനൂൺ ഫ്ലൈറ്റ് ആണ് നമ്മൾ എടുക്കാൻ Box 715 actually departing to Larnaca. If Larnaca is not your intended destination, then please let the cabin crew know. Thank you. അപ്പോൾ ഗൈസ് വി ഹാവ് റീച്ച്ഡ് സൈപ്രസ്. നമ്മുടെ ഫ്ലൈറ്റ് കുറച്ച് ഡിലേഡ് ആയിരുന്നു. അപ്പോൾ ഇവിടെ ലേറ്റ് നൈറ്റ് ആണ്. We are going to be heading straight to our apartment where we are going to stay. So guys, ഇതാണ് ഞാൻ താമസിച്ച അപ്പാർട്ട്മെൻറ്റ്സ്. ഇത് ബേസിക്കലി നമ്മുടെ ലാർണക്ക ബീച്ചിൽ നിന്നൊരു 100 മീറ്റേഴ്സേ ഉള്ളൂ. ഏറ്റവും നല്ല കൺവീനിയൻ്റാണ്. നല്ല സെക്യൂരിറ്റിയൊക്കെ ഉണ്ട്. ബേസിക്കലി ഇവിടെ ലിഫ്റ്റ് ഉണ്ട്. പിന്നെ ഇവിടെ എന്തായാലും ബേസിക്കായിട്ടും യൂറോപ്പിലെ ഏറ്റവും ക്രൈം റേറ്റ് കുറഞ്ഞ രാജ്യമാണ് സൈപ്രസ്. സോ പേടിക്കാനൊന്നുമില്ല. പിന്നെ ഈ അപ്പാർട്ട്മെൻ്റ് ആണെങ്കിലും നമുക്ക് എൻ്റെ ഫ്രണ്ട്സിൻ്റെയാണ്. എൻ്റെ ഫ്രണ്ടിൻ്റെ വൈഫും ഹസ്ബൻഡിനാണ് നടത്തുന്നത്. അതുകൊണ്ട് booking.com-ലൊക്കെ ഉണ്ട്. അതുകൊണ്ടൊരു നല്ല ഡീൽ എനിക്ക് കിട്ടി. സോ എന്താ പറഞ്ഞാൽ നമ്മൾ 5 സ്റ്റാർ റിസോർട്ടിൽ പോയൊക്കെ കിടക്കുന്നതിനേക്കാളും ഇതുപോലെ ബീച്ചിൽ ചേർന്നുള്ള ഇതിൻ്റെ അപ്പാർട്ട്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറഞ്ഞാൽ വലിയ കോസ്റ്റ് ഇല്ലാതെ ഫുൾ ലാർണക്ക എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. കണ്ടില്ലേ, നല്ല സൂപ്പർ സ്ഥലമാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും ഇവിടെ വരുന്നുണ്ടെങ്കിൽ ഈ ഒന്ന് ഓർത്ത് വെച്ചോളൂ. ഗുഡ് മോർണിംഗ് ഗായ്സ്. സോ ഇന്ന് നമ്മളുടെ ഫസ്റ്റ് ഡേ ആണ് ഇൻ സൈപ്രസ്. അപ്പം നമ്മൾ ഇന്ന് പോണത് നിക്കോസിയ പറഞ്ഞൊരു സ്ഥലത്തിലാണ്. ഇവിടെ ബീച്ചിന് ഒരു ലോക്കൽ ബസ് റൈഡാണ് ഇവിടുന്ന് നമ്മൾ എടുക്കാൻ പോണത്. ഷുഡ് ബി ഇൻട്രസ്റ്റിംഗ്. സോ കീപ്പ് വാച്ചിങ്. അപ്പോൾ ഗൈസ് നമ്മൾ നിക്കോസിയ ബസ് സ്റ്റേഷനിലാണ് ഇപ്പോൾ വന്നിരിക്കണേ. ഇത് ഇൻ്റർസിറ്റി ബസ്സസ് ആണ്. ഇവിടെ ട്രാവൽ ടൈംസും എഴുതിയിട്ടുണ്ട്. നിക്കോസിയാന് ലാർണക്കയുള്ള ബസ്സസ് പോകുന്നുണ്ട്. ആൻഡ് അയനാപ്പ പോകുന്നുണ്ട്. ഡിഫറെൻറ്റ് പ്ലേസസിൽ പോകുന്നുണ്ട്. സോ ഇത് ഭയങ്കര കോസ്റ്റ് എഫക്റ്റീവ് ഉള്ള ബസ് സർവീസാണ്. അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് ആണ് നിക്കോസിയ പറഞ്ഞൊരു സ്ഥലമാണ്. ഇതാണ് ബസ് സ്റ്റേഷൻ. ഇവിടുന്ന് ഇറങ്ങി നമ്മൾ ഈ പാർക്കിലോട്ട് പോകാൻ പോവാണ്. സച്ച് എ ബ്യൂട്ടിഫുൾ പ്ലേസ്. ഇതാണ് പാർക്ക്. അപ്പോൾ ഗൈസ് നമ്മളൊരു ബോബലാൻഡ് ഒരു കുഞ്ഞ് ബബിൾ ടീ കുടിക്കാനൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇവിടുത്തെ സെറ്റപ്പ് അമേസിങ് സെറ്റപ്പാണ്. നല്ല അഫോർഡബിൾ ആയിട്ട് ഉള്ള ഡ്രിങ്ക്സ് ആണ് അവരുടെ മെന്യു. നല്ല കിടിലൻ സെറ്റപ്പ് അല്ലേ? അപ്പോൾ ഗൈസ് നമ്മൾ ഓർഡർ ചെയ്ത ഡ്രിങ്ക്സ് ഇവിടെ വന്നു കഴിഞ്ഞു. ഞാൻ ഫ്രൂട്ടി സ്പ്ലാഷാണ് പറഞ്ഞ്.
ഹബി ഇവിടെ മാച്ച സംതിങ് ഡ്രിങ്ക് ആണ് പറഞ്ഞത്. സോ ഇഫ് യു എവർ കം ടു നിക്കോസിയ, ഗോവ ഐലൻഡ് വരണം. കിടലൻ പ്ലേസ് ആണ്. അപ്പോൾ ഗൈസ്, നിക്കോസിയ ടൗൺ സെൻറ്ററിൽ ഉള്ള ചേർച്ചാണ് ഇത്. ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് ഏരിയ. ഇനി നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കയറാൻ പോവാണ്. ഹായ് ഗൈസ്, അപ്പം നമ്മളിവിടെ വന്നിരിക്കുന്ന ഒരു വെർജിൻ മേരിയുടെ ചേർച്ചിലാണ്. സോ ഇത് ചേർച്ചിൻ്റെ പേര് ബേസിക്കലി ആണ് സേക്രഡ് ടെമ്പിൾ ഓഫ് വെർജിൻ മേരി ഫെനറുമെലിസ്. ഭയങ്കര പഴക്കമുള്ള ഒരു ചേർച്ചാണ് വെർജിൻ മേരിയുടെ. ആൻഡ് ഇവിടെ നിങ്ങൾക്ക് വന്ന് ക്യാൻഡിലൊക്കെ കത്തിക്കാൻ പറ്റും. സോ ഇറ്റ്സ് സ്മോൾ, ഭയങ്കര പഴക്കമുള്ള ഒരു ചേർച്ചാണ്. ഇതിൻ്റെ ആർക്കിടെക്ചറും കാര്യങ്ങളൊക്കെ എല്ലാം ഒരു പഴയ സെഞ്ച്വറിയുടെ ആണ്. അപ്പോൾ ഇത് ഔട്ട്സൈഡുള്ള ചേർച്ചിൻ്റെ ഏരിയ ആണ്. ഈ ചേർച്ച് നിക്കോസിയയിലാണ് ലൊക്കേറ്റഡ്. മെയിൻ ടൗണിൽ തന്നെയാണ്. നമ്മൾ ഈ ഒരു റെസ്റ്റോറൻറ്റിലാണ് കഴിക്കാൻ പോണത്. പോയി നമുക്ക് നോക്കാം. അപ്പോൾ ഗൈസ്, നമ്മൾ ഓർഡർ ചെയ്തത് പോർക്ക് സുലാക്കിയാണ്. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉള്ള പോർക്ക് സുലാക്കിയാണ്. ഇത് ലാർജാണ്, ഇത് സ്മോളാണ്. ഹലോ ഗൈസ്, അങ്ങനെ സൈപ്രസിൽ വെയിൽ കൊണ്ട് പൊരിഞ്ഞ് നടക്കുന്ന സംഭവമാണ് ദൃശ്യങ്ങൾ. യു കെയിൽ വെയിലില്ല എന്ന് പറഞ്ഞ് അവസാനം സൈപ്രസിൽ വന്ന് പൊരിഞ്ഞ വെയിൽ. ബട്ട് എന്തായാലും എന്താ പറഞ്ഞത്, അടുത്ത വിൻ്റർ പിടിച്ചു നിൽക്കാനുള്ള വൈറ്റമിൻ ഡി ആയിട്ട് ഇവിടുന്ന് പോകാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. സോ ആസ് യൂഷ്വൽ Cyprus, very nice place to visit actually. Nicosia. This is from Nicosia. So yeah, actually summer ഇവിടുത്തെ ഫിനിഷ് ആയിക്കൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോൾ ഏകദേശം സെപ്റ്റംബറിലെ തുടക്കത്തിലാകുമ്പോഴത്തേക്കും സമ്മർ ഈ മാസം അവസാനം ഐ തിങ്ക് ഓൾമോസ്റ്റ് ഫിനിഷ് ആവും. ബട്ട് എനിവേ ഇറ്റ്സ് വെരി ഗുഡ് വെദർ, വെരി ഹാപ്പി. ഇത് നിക്കോസിയയുടെ ടൗൺ സെൻറ്റർ ആണ്. അപ്പോൾ നമ്മളിപ്പോൾ റീസെൻ്റ്ലി പോയ ഈ റെസ്റ്റോറൻറ്റും ഇവിടെ തന്നെയാണ്, ഈ ടൗൺ സെൻറ്ററിൽ, ഈ റൈറ്റ് ഹാൻഡ് സൈഡിലാണ്. അപ്പോൾ ഗൈസ്, ഇത് അപ്പോൾ നമ്മൾ രാത്രി ഒരു റെസ്റ്റോറൻറ്റിൽ വന്നിട്ടാണ് ഡിന്നർ കഴിക്കാനായിട്ട്. ഇവിടുത്തെ ലോക്കൽ റെസ്റ്റോറൻറ്റാണ്. ബീച്ച് സൈഡിൻ്റെ ഞങ്ങൾക്ക് റെസ്റ്റോറൻറ്റ് ബുക്ക് ചെയ്തു. അപ്പോൾ ചിയേഴ്സ് ടു അവർ ഫസ്റ്റ് ഡേറ്റ് നൈറ്റ്. അപ്പം നമ്മളിവിടെ ട്രഡീഷണലായിട്ട് സിപ്രിയോട്ട് ഫുഡാണ് ഇവിടെ ട്രൈ ചെയ്യുന്നത്. മിക്സ്ഡ് സാലഡും പിന്നെ മീറ്റ് ഐറ്റംസ്, പോക്കസ് ഉണ്ടാക്കി, പിന്നെ വേറെ എന്തോ മീറ്റ് ഐറ്റം ഉണ്ട്. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് വയറൊക്കെ നിറഞ്ഞ്
നമ്മൾ ഈ സൈഡ് ഓഫ് ടൗൺ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു. രാത്രി നല്ല ആംബിയൻസ് ആണ്. റെസ്റ്റോറൻറ്റ്സും ഇപ്പോഴും ഓപ്പണാണ്. അത്യാവശ്യം ഇപ്പോൾ ഒരു ഐ തിങ്ക് അറൗണ്ട് 10-10:30 ഒക്കെ ആയി കാണും. ബട്ട് ദ ഈവനിങ് ലുക്സ് ടു ബി വെരി ലൈറ്റ്. അപ്പോൾ ഗുഡ് നൈറ്റ് ഗൈസ്, നാളെ വീണ്ടും കാണാം. ഹായ്, ഗുഡ് മോർണിംഗ് ഗൈസ്. സോ നമ്മളിപ്പോൾ സെക്കൻഡ് ഡേ ആണ് സൈപ്രസിൽ, ലാർനാക്ക. ഇവിടെ ഇപ്പോൾ 8:42 ആവുന്നു. സോ ഞാനിപ്പോൾ വന്നത് നമ്മുടെ ബാൽക്കണിയിലാണ്. നല്ല വ്യൂ ആണ്. 31 ഡിഗ്രി സെൽഷ്യസ് ചൂടുണ്ട്. ഹലോ ഗായ്സ്, ഇതാണ് നമ്മുടെ സെയിൻറ്റ് ലാസറോസ് ചർച്ച്. ഇത് നമ്മുടെ ലാർണക്ക ബീച്ചിൽ നിന്ന് ജസ്റ്റ് ഫ്രണ്ടിൽ നിന്നൊരു 50 മീറ്റർ മാത്രമേ ഉള്ളൂ. ഇത് ഇവിടുത്തെ ഒരു പോപ്പുലർ ഡെസ്റ്റിനേഷനാണ്. മോസ്റ്റ് ഓഫ് ദി ഇംഗ്ലീഷുകാരും അവരൊക്കെ എല്ലാവരും നേരിട്ട് ഇവിടെയാണ് ഫസ്റ്റ് ഒരു ബെസ്റ്റ് ടൂർ വരുമ്പോൾ ഇവിടെ ഒരു ബസ്സിൽ വരും എല്ലാവരും. സോ ഇതിനകത്ത് ബേസിക്കലി പറയപ്പെടുന്നത് ഇതിൻ്റെ അടിയിൽ ഈ യേശുക്രിസ്തു നമ്മുടെ ഉയർത്തെഴുന്നേൽപ്പിച്ചല്ലോ ലാസറോസിനെ, ആ സംഭവത്തിൻ്റെ ഇതിൻ്റെ അണ്ടർഗ്രൗണ്ടിലുണ്ട്. അത് ഞാൻ പണ്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ചർച്ചാണ്. അപ്പോൾ ഗൈസ്, ഇതാണ് ചർച്ചിൻ്റെ ഉൾഭാഗം. എന്താ സൈപ്രസ് ലാംഗ്വേജിൽ ഇവിടെ എഴുതിയിട്ടുണ്ട്. നല്ല ബിൽഡിംഗ്. അപ്പോൾ ചേർച്ചിൻ്റെ ഉള്ളിൽ കയറാൻ പോവാണ്. ഇതും ഭയങ്കര ഒരു പഴക്കമുള്ള ഒരു ചേർച്ച് ആർക്കിടെക്ചറാണ് ഉള്ളിൽ ഉള്ളത്. ഹലോ ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ ഞാൻ ആദ്യം മെൻഷൻ ചെയ്ത യേശുക്രിസ്തു സെയിൻറ്റ് ലാസറോസിനെ എഴുന്നേൽപ്പിച്ച കല്ലറ. ഇതാണ്. ഇത് വളരെ പഴക്കമുള്ളതാണ്. മാർബിളിൻ്റെ ഇതിലൊക്കെയാണ് നിൽക്കുന്നത്. പിന്നെ ഒത്തിരി പഴയ സ്റ്റോണുകളൊക്കെ ആയിട്ടുണ്ട്. സോ ഇതാണ് മെയിൻലി എല്ലാവരും വിസിറ്റ് ചെയ്യാൻ വരുന്ന സംഭവം. സെയിൻറ്റ് ലാസറസ് ചർച്ച് സൈപ്രസിലെ ലാർണക്കയിലാണ് സിറ്റുവേറ്റഡ്. ഡെഫിനറ്റ്ലി വന്ന് കാണണം. കുഞ്ഞ് സുവനീർ ഷോപ്പാണ് ഇത്. പോസ്റ്റ് കാർഡുണ്ട്. നമുക്ക് ഉള്ളിൽ പോയി നോക്കാം. സൈപ്രസിൽ വന്നാൽ എന്തായാലും മസ്റ്റായിട്ട് നമ്മൾ ട്രൈ ചെയ്യേണ്ട ഒരു സംഭവമാണ് സൈപ്രസ് കോഫി. ഇത് സിമിലറാണ് നമ്മുടെ അറബിക് കോഫിയായിട്ടും ടർക്കി കോഫിയായിട്ടൊക്കെ സിമിലറാണ്. എന്നാലും ഇവിടെ വന്നു കഴിയുമ്പോൾ ഒരു വൈബാണല്ലോ. ഇപ്പോൾ ഒരു സെൻറ്റ് ലാസറോസ് ചർച്ചിൻ്റെ
ഫ്രണ്ടിൽ ഇരുന്നൊരു സൈപ്രസ് കോഫി പണ്ട് തൊട്ടുള്ള ആഗ്രഹമായിരുന്നു. ഇനി തിരിച്ചു വന്നിട്ട് ഇവിടെ ഇരുന്നൊരു കോഫി കുടിക്കണം. അതുകൊണ്ട് പണ്ട് കുടിച്ചിട്ടില്ലാന്നല്ല, പണ്ട് കുടിച്ചിട്ടുണ്ട്. പക്ഷെ എന്നാലൊരു നൊസ്റ്റാൾജിക് ഫീലിംഗ്. താങ്ക് യു. ഹലോ ഗായ്സ്, ഈ കാണുന്നത് ഒന്ന് നമ്മളെ നാരകത്തിൻ്റെ മരമാണ്. ഇത് തൊട്ടിപ്പുറത്ത് കാണുന്നത് കണ്ടോ ഓറഞ്ചിൻ്റെയാണ്. പിന്നെ വലിയ ഓറഞ്ചിൻ്റെ ഇപ്പുറത്ത്. ഇതിപ്പോൾ സൈപ്രസിൽ നമ്മൾ എവിടെ നോക്കിയാലും ഇത് തന്നെയാണ്. പിന്നെ മാതൃനാരകം, ഒലിവും എല്ലാവർക്കും പോകുന്നതാണ്. ഏത് സ്ട്രീറ്റിൽ നോക്കിയാലും ഏത് വീട്ടിൽ നോക്കിയാലും ഒലിവ് മരവും ഓറഞ്ച് മരവും നാരങ്ങയുടെ മരമാണ്. നമ്മൾ UK യിലൊക്കെ ആണെങ്കിൽ ഭയങ്കര പൈസ കൊടുത്ത് വാങ്ങിക്കുന്ന നാരങ്ങ, ഒലിവ് ഇതൊക്കെ ഇഷ്ടംപോലെയുള്ള സ്ഥലമാണ് ഇവിടെ. ഇത് കണ്ടില്ലേ ഫ്രഷായിട്ട് ഒലിവ് നിൽക്കുന്നത്. ഇത് വലിയ ഒലിവ് മരമാണ്, ഫ്രഷ് ഒലീവ്സാണ്. ഇപ്പം നമ്മൾ നിൽക്കുന്നത് ലാർണക്ക ബീച്ച് സൈഡിലാണ്. ഫെനുഗുഡസ് ബീച്ചാണ്. ഇവിടുന്ന് ഇങ്ങനെ വന്നു കഴിയുമ്പോൾ നേരെ നമ്മുടെ കാസിൽ കാണാം. കാസിലേക്ക് കയറാൻ പോവുകയാണ്. എൻട്രി ഫീ ഒന്നുമില്ല, ജസ്റ്റ് നമുക്ക് കയറി എക്സ്പ്ലോർ ചെയ്യാം. പിന്നെ കണ്ടില്ലേ നല്ല സണ്ണി വെതറാണ്. ഇവിടെ ഫ്ലൈറ്റ് പോകണ കാണാം. ഇവിടുന്ന് കുറച്ചങ്ങ് മാറുമ്പോൾ മെക്കൻസി ബീച്ചുണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ബീച്ചിൻ്റെ മുകളിൽ കൂടെയാണ് ഫ്ലൈറ്റ് പോകുന്നത്. അത് നമുക്ക് ഹലോ ഗായ്സ്, അപ്പോൾ നമ്മുടെ ഇതിന് 2 ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. വലിയ വിലയൊന്നുമില്ല, £2 €2.50 അപ്പോൾ നമ്മൾ ചോദിക്കും ഇംഗ്ലീഷ് വേണോ അതോ വേറെ കുറേ ലാംഗ്വേജ് ചോദിച്ചു. അപ്പോൾ അതിനകത്ത് ഏതെങ്കിലും ഈ തരും, നമുക്കൊരു ലീഫ്ലെറ്റ് തരും. അപ്പോൾ നമുക്ക് അകത്തേക്ക് പോകാം. ഞാൻ പണ്ട് ഇവിടെ വന്നപ്പോൾ ബേസിക്കലി ടിക്കറ്റൊന്നും ഉണ്ടായില്ല, ഫ്രീ ആയിരുന്നു എൻട്രി. അത് കുറേ വർഷങ്ങൾക്ക് മുമ്പാണ്, അതുകൊണ്ട് പിന്നെ അത്ഭുതമൊന്നുമില്ല. ഇപ്പോൾ എല്ലായിടത്തും ചാർജ് ഉണ്ടല്ലോ. ഇത് പറയപ്പെടുന്നത് പണ്ട് ഈ കാസിൽ ബേസിക്കലി നമ്മുടെ ഇത് ഒരു വാച്ച് ടവർ പോലെ ആയിരുന്നു എന്ന് പറയാം. അതിൻ്റെ മുകളിൽ പീരങ്കി വയ്ക്കുന്ന സംഭവമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ പീരങ്കിയിൽ മുകളിൽ സെറ്റാക്കി നിർത്തും. കടൽ വഴി ഏതെങ്കിലും ആക്രമണം വന്നെങ്കിൽ അത് കാണാനും അതിനെ പ്രതിരോധിക്കാനുള്ള സെറ്റപ്പായിരുന്നു ഈ സംഭവം. സോ യാ, പിന്നെ അത് ചെറിയ റൂമുകളുണ്ട്. ഇതെന്താണെന്ന് എനിക്കറിയില്ല, ഇതൊരു ചെറിയ റൂമുകളാണ്. സംതിങ് ഇമ്പോർട്ടൻറ്റ്, ഹിസ്റ്റോറിക്കലാണല്ലോ. ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ പറഞ്ഞാൽ എന്തൊക്കെയോ കാര്യമായിട്ട് കൊത്തി വെച്ചിട്ടുണ്ട്. ദൈവം സഹായിച്ചൊന്നും മനസ്സിലാവില്ല. നല്ല ചൂടാണ്. എനിവേ എന്തായാലും പൂട്ടിയിട്ടേക്കോ. ഇതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഇതൊക്കെ നമ്മുടെ ആ പീരങ്കിയിൽ ഉപയോഗിക്കുന്ന, നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ അങ്ങനെ ഒരു ഉണ്ട, ഗോളം പോലത്തെ സംഭവം, അതാന്ന് തോന്നുന്നു. ഈ മരം എപ്പോഴും ഒരു ഹൈലൈറ്റാണ്. ഇതിൻ്റെ ചുവട്ടിൽ നിന്ന് കഴിഞ്ഞാൽ എത്ര ഡിഗ്രി ചൂടുണ്ടെങ്കിലും നമുക്കത് ഏൽക്കില്ല. പിന്നെ ഇവിടെ ഉണ്ട് കുറച്ചിങ്ങനെ നമ്മുടെ എന്തൊക്കെയോ അങ്ങനെ കൊത്തി വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇത് പഴയ പീരങ്കി സെറ്റപ്പാണ് ഇവിടുത്തെ. കൊള്ളാം. ഇനി ഇവിടെ നമുക്ക് മുകളിൽ പോകാൻ പറ്റും. മുകളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഫുൾ വ്യൂ ആണ്, കടലിൻ്റെ വ്യൂ കിട്ടും. ഇപ്പോൾ നമ്മൾ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോവുകയാണ്. മുകളിലാണ് എൻ്റെ ഏറ്റവും നല്ല വ്യൂ ഉള്ളത്. കടലും റോഡ് സൈഡും എല്ലാം കാണാം.
അങ്ങനെ കാര്യം നല്ല ചൂടുണ്ടെങ്കിലും 33 ഉണ്ടെങ്കിലും 33, 34 ഉണ്ടെങ്കിലും കാറ്റുള്ളപ്പോൾ നമുക്കത്ര ഫീൽ ചെയ്യില്ല. നമ്മൾ എന്താ പറഞ്ഞ കടൽക്കാറ്റാണെങ്കിലും നല്ല കാറ്റാണ്. ഇതിപ്പോൾ ഇവിടെ നിന്ന് റോഡുണ്ട് സൈഡിൽ. ഇതാണ് നമ്മുടെ കടലിൻ്റെ വ്യൂ. വീണ്ടും നമ്മളിങ്ങനെ കയറിപ്പോവാം. എന്തായാലും പഴയതാണ്, നല്ലോണം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് അവർ. ഒരു കാര്യം പറയാൻ മറന്നുപോയി, ഈ ബീച്ചിലെ വെള്ളം ബേസിക്കലി നമുക്ക് നല്ല, നമ്മുടെ ലക്ഷദ്വീപിലൊക്കെ പറയില്ലേ, എന്ന് പറഞ്ഞാൽ നമുക്ക് അടി കാണാം ക്ലിയറായിട്ട്. ഈവനൊരു മുട്ടുസൂചി അടിയെ പോലും കാണാം, നല്ല ക്ലാരിറ്റിയിലാണ് വെള്ളമുള്ളത്. ഇതാണ് നമ്മുടെ കടലിൻ്റെ കാസിലിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ. ഇത് ഇവിടെ നിന്ന് നമ്മൾ പോകുമ്പോൾ ഇത് ലാർണക്ക ബീച്ചിൻ്റെ അപ്പുറത്തെ സൈഡാണ്. ഇതുവഴി നേരെയാണ് മെക്കൻസി ബീച്ചിലേക്ക് പോകുന്നത്. മെക്കൻസിയാണ് ഏറ്റവും സെറ്റപ്പായിട്ടുള്ള ബീച്ച്. അതിൻ്റെ മുകളിലാണ് ആദ്യം പറഞ്ഞ പോലെ ഫ്ലൈറ്റ് പോകുന്നത് കാണാൻ പറ്റും. നമ്മൾ ലാർണക്കയിൽ വരുന്നതൊരിക്കലും ആ ബീച്ചിൽ പോകാതിരിക്കരുത്. നവ്യ കടൽക്കാറ്റ് കൊണ്ട് നിൽക്കുകയാണ്. കണ്ടില്ലേ, ഫ്ലൈറ്റ് താന്ന് പറക്കണ കണ്ടാണ് ഇവിടെ, ജസ്റ്റ് നമുക്ക് കാണാൻ പറ്റും. അപ്പം ഇങ്ങനെ വന്ന് വലിയ സംഭവമൊന്നും ഇല്ലെങ്കിലും നമ്മുടെ പണ്ടത്തെ ടിപ്പു സുൽത്താൻ്റെ കോട്ട പോലെ തന്നെ പിന്നെ ഇവിടെയാണ്. ഇവിടെ പിന്നെ പാറയെല്ലാം വെള്ള കളറാണ്, മണ്ണ്, വെള്ളം ക്ലാരിറ്റി ഉണ്ട് വെള്ളത്തിൽ. അപ്പം ഇങ്ങനെ ടോപ്പിൽ വന്നു. ഇതൊരു പീരങ്കി സെറ്റപ്പാണ്. ഇതിപ്പോൾ ടർക്കി ആയാലും ഇവിടെ ആയാലും എല്ലായിടത്തും ഈ കൺസ്ട്രക്ഷൻ സ്റ്റൈലൊക്കെ ഒരുപോലെ തന്നെയാണ്. പഴയ ചുണ്ണാമ്പ് കല്ലും കൊണ്ട് ഉണ്ടാക്കിയ എന്നാണ് പറയപ്പെടുന്നത്. പക്ഷെ എന്തായാലും ഇത് കണ്ടില്ലേ, ഇത് വെള്ള സിമൻ്റ് അല്ല, അത് സിമൻറ്റ് പോലത്തെ ഒരു സംഭവമാണ്, ബട്ട് സ്ട്രോങ് ആണ്. പിന്നെ ഇവിടെ ഒരു മുസ്ലിം പള്ളിയുടെ ഒരു ഗോപുരം കാണുന്നുണ്ട്. അത് പണ്ട് തൊട്ടേ അവിടെ ഉള്ളൊരു മുസ്ലിം പള്ളിയാണ്. ബാങ്ക് വിളിക്കുന്ന സൗണ്ട് കേൾക്കാം. ഓക്കെ ഗായ്സ്, അപ്പോൾ ആരെങ്കിലും ലാർണക്ക വിസിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കയറി കണ്ടു നോക്കൂ, രസമാണ്. എൻ്റെ അഭിപ്രായത്തിൽ ഈവനിങ് ഒരു 5 മണി 6 മണിക്കൊക്കെ വരുവാണെങ്കിൽ, ഇരുട്ടാവണമെന്ന് പോരുവാണെങ്കിൽ കുറച്ചുകൂടെ ചൂട് കുറയും. നല്ല രസമായിരിക്കും. നമുക്കൊരു സമയം അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി എനിവേ അപ്പോൾ തിരിച്ച് ഇത് പോവാണ്. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത പണ്ട് തൊട്ടേ ഉള്ളതാണ്. നമ്മുടെ ഇത് കണ്ടോ, വാട്ടർ ടാങ്ക്, സോളാർ, പിന്നെ ബോയിലർ. ഡേ ടൈമിൽ നമ്മൾ സൂര്യപ്രകാശം വെച്ചിട്ട് മറ്റേ ടാങ്കിലെ വെള്ളം ബോയിലർ വഴി ചൂടാക്കി കിടക്കും. അത് തന്നെ നമുക്ക് ഈവനിങ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഹോട്ട് വാട്ടർ ഉപയോഗിക്കാം. വേറെ അഡീഷണൽ ഹീറ്റിങ്ങിൻ്റെ ആവശ്യമില്ല. അതൊക്കെ അന്ന് ഇന്ന് ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ യെസ്, അങ്ങനെ കാസിൽ കണ്ടു കഴിഞ്ഞു. നമ്മൾ പുറത്തേക്ക് പയ്യെ പോവുകയാണ്. പിന്നെ €2.50 മുടക്കി കാണുള്ളത് ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ കാണാനൊന്നുമില്ല. ജസ്റ്റ് ഇവിടെ വന്ന സ്ഥിതിക്ക് കാസിൽ കണ്ടേക്കാം എന്നല്ലാതെ ഇതിൽ പ്രത്യേകിച്ചൊരു സംഭവമൊന്നുമില്ല. പണ്ട് ഫ്രീ ആയിരുന്നു, കാരണം കാണാനൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഫ്രീ ആയിരുന്നത്, പ്രത്യേകിച്ചൊന്നും. പിന്നെ സ്റ്റിൽ ഇവിടെ വന്നു കഴിയുമ്പോൾ ഒരു ലാൻഡ്മാർക്ക് സ്പോട്ടാണ്, അതേ രീതിയിൽ നമുക്ക് കാണാം. പിന്നെ ഇത് കണ്ടില്ലേ, പീരങ്കി സെറ്റപ്പ് പഴയത്, അതിവിടെ ഉണ്ട്, കണ്ടോ. അപ്പോൾ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. Good morning guys. So day 3 of the Cyprus vlog. പതിവ് പോലെ തന്നെ ഇവിടെ നല്ല സണ്ണി വെതറാണ്.
32 degrees ആണ്. ഇന്ന് നമ്മൾ പ്ലാൻ ചെയ്തത് ബേസിക്കലി ലോക്കൽ മാർക്കറ്റായിട്ട് പോയിട്ട് കുറച്ച് ഷോപ്പിംഗ് ചെയ്യാനായിട്ട്. ഇവിടുത്തെ ഓലിവ്സ് ഒക്കെ അടിപൊളിയാണ്. സോ വി ആർ ഗോണ ഡു സം ഓലിവ് ഷോപ്പിംഗ്. ഓലിവ് ഓയിലും നല്ല ക്വാളിറ്റിയിൽ ഇവിടെ കിട്ടും. സോ വി ആർ ഗോണ ഗോ ആൻഡ് സെർച്ച് ഫോർ ദാറ്റ്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെ ബീച്ചിൽ പോകാൻ സാധിച്ചിട്ടില്ല ബിക്കോസ് വി ഹാഡ് ടു മെനി ഇവൻറ്റ്സ് പ്ലാൻഡ്. സോ ബീച്ചിൽ പോകണം. ആൻഡ് നമ്മളിവിടെ നമ്മളുടെ ഒരു ഫ്രണ്ടുണ്ട്, എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടാണ് ആക്ച്വലി. സോ അവർ നമ്മളെ ഈവനിങ് ഡിന്നറിന് വേണ്ടിയിട്ട് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. സോ അവർ രണ്ടുപേരും ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫാണ്. അവർക്ക് 2 കുട്ടികളാണ്. ദേ ആർ ഓൾ ഗ്രോൺ അപ്പ് ആൻഡ് ഒരാൾ ലോയറാണ് ബ്രസൽസിൽ ആൻഡ് ഒരാൾ മെഡിക്കൽ ഫീൽഡിലാണ്. കൃത്യമായിട്ട് അറിയില്ല. സോ ഞാൻ ആദ്യമായിട്ടാണ് മീറ്റ് ചെയ്യുന്നത്. എൻ്റെ ഹസ്ബൻഡിന് അവരെ വർഷങ്ങളായി അറിഞ്ഞിട്ട്. സോ വി ആർ റിയലി ലുക്കിംഗ് ഫോർവേഡ് ഫോർ ദാറ്റ്. ഗുഡ് മോർണിംഗ് ഗൈസ്. സോ നമ്മളിപ്പോൾ നടക്കുന്നത് ഒരു ലോക്കൽ സൂപ്പർ മാർക്കറ്റാണ്. ഇവിടെ ഫ്രഷ് ഐറ്റംസ് ഒക്കെ കിട്ടും. സോ കബിയും ഞാനും ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനായിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ രാവിലെ ഒരു 8 o'clock ഒക്കെ ആയിട്ടുണ്ട്. സോ കടകളൊക്കെ അത്യാവശ്യം ഓപ്പണായി വരണുള്ളൂ. സോ നമ്മൾ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഇറങ്ങിയതാണ്. സോ ഇവിടെ ഒത്തിരി പല പല ഐറ്റംസ് ഉണ്ട്. സൈപ്രസിൽ ഇവിടെ ഒത്തിരി ഡ്രൈ ഫ്രൂട്ട്സാണ് വിൽക്കുന്നത് ഐ തിങ്ക്. അപ്പോൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മളൊരു കുഞ്ഞ് റെസ്റ്റോറൻറ്റിൽ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട്. ഇത് സിപ്രിയോട്ട് കോഫിയാണ് ഐ ബിലീവ്. പിന്നെ ഇത് അവിടുത്തെ ഒരു ഹോട്ട് സാൻഡ്വിച്ച് ആണ്, ബ്രേക്ക്ഫാസ്റ്റ് സാൻഡ്വിച്ച്. പിന്നെ ഇതെൻ്റെ ഫേവററ്റ് ഐസ് കോഫി ലാറ്റെ. ഹലോ ഗൈസ്, നമസ്കാരം. ഇതൊരു ബേക്കറിനെ കുറിച്ചിട്ടാണ്. ഇത് ഇവിടുത്തെ സോർപാസ് എന്ന് പറഞ്ഞൊരു വളരെ ഫേമസ് ആയിട്ടുള്ള ബേക്കറിയാണ്. വർഷങ്ങളായിട്ടുള്ള ബേക്കറിയാണ്. ഇപ്പോൾ ഞാൻ കാണിക്കാം. ഇതൊരു അവിടെ നിന്ന് വാങ്ങിച്ചിട്ടുള്ളൊരു ടാർട്ടാണ്. നല്ല അടിപൊളിയാണ്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേക്കറി പക്ക ട്രഡീഷണൽ സ്റ്റൈലിലും ചെയ്യും, പിന്നെ അല്ലാത്ത ന്യൂ സ്റ്റൈലിലും ഉള്ളതുകൊണ്ട് 24 hours ഓപ്പണാണ്. മിക്കവാറും എല്ലാ ടൗണിലും തന്നെയും ഉണ്ടാവണം സോർപാസ്. ഞങ്ങളുടെ ടൗണിലുണ്ട് 2-3 ഷോപ്പുണ്ട്. പിന്നെ എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആ ബേക്കറി